ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വീട്ടിലെപ്പോഴുള്ള വൻപയർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ ഒരു സുഖിയൻ റെഡിയാക്കാം. ഈ ഒരു സുഖിയൻ ചെറുപയർ സുഖിയൻ എല്ലാം കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് കുക്കറിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പയറെല്ലാം ഇപ്പോൾ വെന്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3/4 കപ്പോളം ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരും. ഇതുപോലെ പൊടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ശർക്കരപ്പൊടി എല്ലാം നന്നായി തന്നെ ഒന്ന് മെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പയറിലൊന്ന് നന്നായി പിടിച്ച് ഒന്ന് സെറ്റായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയി പയറിൽ നന്നായി തന്നെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒരു സ്പൂണോ വിസ്കോ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. കുറച്ചായിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബാറ്റർ ഒട്ടും തന്നെ ലൂസായി പോകാതെ കുറച്ച് തിക്കായിട്ടിരിക്കണം. നന്നായി തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണക്കപ്പയറെല്ലാം ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ബോൾസ് റെഡിയാക്കി എടുക്കാം. സുഖിയനെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബോൾസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ഓരോ ബോൾസും നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മൾ ചെറുപയർ സുഖിയൻ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിലും തന്നെയാണ് ഈ ഒരു പയർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴും വരുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാനിൽ ഓയിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്നായി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉണക്കപ്പയറും മെഴുക്ക് പുരട്ടിയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ സുഖിയനെല്ലാം ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഉണക്കപ്പയറെല്ലാം ഓൾറെഡി വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ബാറ്റർ മാത്രം മുകളിലും അടിയിലും സൈഡ്സും എല്ലാം നന്നായി ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ബാലൻസുള്ള സുഖിയനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സുഖിയനെല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.